ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസുകളാണ്. ഒരാളും ഈ സെന്റൻസ് ഉപയോഗിക്കാതിരിക്കലില്ല, കാരണം നമ്മൾ മലയാളത്തിൽ ഒരുപാട് തവണ ഇതുപോലെയുള്ള സെന്റൻസുകൾ പറയാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെന്റൻസുകളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത്, രാവിലെ എഴുന്നേറ്റ് വന്നയുടനെ ഞാൻ കട്ടൻ ചായ കുടിച്ചു. രാവിലെ എഴുന്നേറ്റ് വന്നയുടനെ ഞാൻ കട്ടൻ ചായ കുടിച്ചു. അല്ലേ, ചിലർക്കൊക്കെ ഉള്ള പതിവാണത്. ഒരു രാവിലെ എഴുന്നേറ്റ് വന്നയുടനെ കട്ടൻ ചായ കുടിക്കുക. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാനായിട്ട് പറ്റും? ഇവിടെ രാവിലെ എഴുന്നേറ്റ് വന്നയുടനെ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ആസ് സൂൺ ആസ് യൂസ് ചെയ്ത് പറയാം. അല്ലെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാസ്റ്റുള്ള ഒരു കാര്യമാണ്. സോ as soon as I woke up in the morning, രാവിലെ എഴുന്നേറ്റ് വന്നയുടനെ I drank black tea. അപ്പം as soon as I woke up in the morning, I drank black tea. രാവിലെ എഴുന്നേറ്റ് വന്നയുടനെ ഞാൻ കട്ടൻ ചായ കുടിച്ചു. ഓക്കെ, രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ എനിക്ക് കട്ടൻ ചായ കിട്ടിയില്ല എന്നിങ്ങനെ പറയാ. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ എനിക്ക് കട്ടൻ ചായ കിട്ടിയില്ല എങ്ങനെ പറയാ? നെഗറ്റീവ് സെന്റൻസ് ആണല്ലോ. ഇവിടെയും പാസ്റ്റ് ഉള്ള ഒരു സെന്റൻസ് ആണ്. സോ when I woke up in the morning, രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ I didn't get black tea. അപ്പോ when I woke up in the morning, അല്ലേ, when I woke up in the morning, I didn't get black tea. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ എനിക്ക് കട്ടൻ ചായ കിട്ടിയില്ല. ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് രാവിലെ കട്ടൻ ചായ കുടിക്കുന്ന പതിവില്ല. അല്ലേ, നമ്മൾ പതിവ് കാര്യങ്ങൾ പറയാറുണ്ടല്ലോ, അങ്ങനെ ഒരു പതിവേ ഇല്ല എന്നാണ് പറയുന്നത്. I don't usually drink black tea in the morning. I don't usually, അല്ലേ, എനിക്ക് പതിവില്ല drink black tea. ബ്ലാക്ക് ടീ കുടിക്കുന്ന പതിവില്ല. ഇപ്പോ രാവിലെ എന്നാണ്, അവിടെ ഇൻ ദ മോർണിംഗ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഐ ഡോണ്ട് യൂഷ്വലി ഡ്രിങ്ക് ബ്ലാക്ക് ടീ ഇൻ ദ മോർണിംഗ്. എനിക്ക് രാവിലെ കട്ടൻ ചായ കുടിക്കുന്ന പതിവില്ല. ഓക്കെ, നെക്സ്റ്റ്, ഇനി വേറൊരു ശീലം പറയാണ്, ഞാൻ കട്ടൻ ചായ കുടിക്കാതെ ഓഫീസിൽ പോകാറില്ല എന്ന് പറയാറുണ്ടല്ലോ. ഞാൻ കട്ടൻ ചായ കുടിക്കാതെ ഓഫീസിൽ പോകാറില്ല. ഇത് വേറൊരു ശീലമാണ്. എങ്ങനെ പറയാ? I don't go to the office without drinking or having യൂസ് ചെയ്യാട്ടോ. കുടിക്കുക, കഴിക്കുക എന്നുള്ളതിന് നമ്മൾ ഡ്രിങ്കിങ്ങിന് അല്ലെങ്കിൽ ഈറ്റിങ്ങിനൊക്കെ പകരം നമ്മൾ ഹാവിങ് യൂസ് ചെയ്യാറുണ്ട്. വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. I don't go to the office without drinking black tea അല്ലെങ്കിൽ having black tea. ഞാൻ കട്ടൻ ചായ കുടിക്കാതെ ഓഫീസിൽ പോകാറില്ല. ഓക്കെ, എനിക്ക് രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടിയില്ലെങ്കിൽ വേഗം ഉറക്കം വരും എന്നെങ്ങനെ പറയാ? ചില ആളുകൾക്ക് ഇപ്പൊ രാവിലെ രാത്രി ശീലം ഉണ്ടാകും അല്ലെ. എനിക്ക് രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടിയില്ലെങ്കിൽ വേഗം ഉറക്കം വരും എന്നെങ്ങനെ പറയാ? If I don't get a glass of black tea in the morning. If I don't get a glass of black tea in the morning. എനിക്ക് രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടിയില്ലെങ്കിൽ I feel sleepy quickly. I feel sleepy quickly. എനിക്ക് വേഗം ഉറക്കം വരും. അപ്പം if I don't get a glass of black tea in the morning, I feel sleepy quickly. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ച കാര്യമാണ് തോന്നുന്നു, തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നത്. ആ ഒരു സെന്റൻസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. എനിക്കൊരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാൻ തോന്നുന്നു, അല്ലേ, അത് നമ്മളൊരു ആവശ്യമാണ്, നമ്മളൊരു തോന്നലാണ്. എനിക്കൊരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാൻ തോന്നുന്നു. I feel like drinking black tea. I feel like drinking black tea. എനിക്ക് കട്ടൻ ചായ കുടിക്കാൻ തോന്നുന്നു, അല്ലേ, അത് നമ്മളൊരു തോന്നലാണ്. നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ച കാര്യമാണ് ഈ തോന്നലും തോന്നില്ലായും ഒക്കെ ഉള്ളത്, അല്ലേ. അപ്പോൾ എനിക്ക് കട്ടൻ ചായ കുടിക്കാൻ തോന്നുന്നു. I feel like drinking black tea. ഇനി എനിക്ക് കട്ടൻ ചായ കുടിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം I don't feel like drinking black tea. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി നെക്സ്റ്റ് സെന്റൻസ്, ഇനി നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ പറയാണ്, അവൻ കട്ടൻ ചായ കുടിക്കുകയാണെന്ന് തോന്നുന്നു
അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ കട്ടൻ ചായ കുടിക്കുകയാണെന്ന് തോന്നുന്നു എന്നെങ്ങനെ പറയാ? ഇവിടെ ഫീൽ ലൈക്ക് അല്ല യൂസ് ചെയ്യേണ്ടത്. എന്താണ്? സീംസ് യൂസ് ചെയ്ത് പറയാം. അവനാണ് സബ്ജക്റ്റ്. സോ ഹി സീംസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് സീംസ് എന്ന് യൂസ് ചെയ്തും സെന്റൻസ് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് ഹി സീംസ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഹി സീംസ് ടു ബി ഡ്രിങ്കിങ് ബ്ലാക്ക് ടീ. He seems to be drinking black tea. അവൻ കട്ടൻ ചായ കുടിക്കുകയാണെന്ന് തോന്നുന്നു. ഇനി ഇങ്ങനെ പറയുകയാണെങ്കിലോ, ഇറ്റ് സീംസ് ദാറ്റ് ഹി ഈസ് ഡ്രിങ്കിങ് ബ്ലാക്ക് ടീ എന്ന് വേണമെങ്കിലും പറയാം. അതിനേക്കാൾ ഒന്നുകൂടി സിമ്പിളായി പറയാനായിട്ട് പറ്റുന്നത് ഹി സീംസ് ടു ബി ഡ്രിങ്കിങ് ബ്ലാക്ക് ടീ എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ കട്ടൻ ചായ കുടിക്കുമോ? അല്ലെ, ചില ആളുകൾക്ക് കട്ടൻ ചായ പറ്റില്ല, പാലൊഴിക്കണം, അല്ലെങ്കിൽ ചായയെ കുടിക്കാത്ത ആളുകൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ കട്ടൻ ചായ കുടിക്കുമോ? നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ ചോദിക്കുകയാണ്. ഡു യു ഡ്രിങ്ക് ബ്ലാക്ക് ടീ? അല്ലെ, നമുക്ക് ചോദിക്കാം, ഡു യു ഡ്രിങ്ക് ബ്ലാക്ക് ടീ? ഇവിടെ നമ്മൾ അറിയാത്തൊരു കാര്യം ആയതുകൊണ്ട് തന്നെ ഡു യു ആണ് ഏറ്റവും ബെറ്റർ. ഡു യു ഡ്രിങ്ക് ബ്ലാക്ക് ടീ? നിങ്ങൾ കട്ടൻ ചായ കുടിക്കുമോ? ഇനി ആരെങ്കിലും ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ചോദിക്കാം. ചിലർക്ക് കട്ടൻ ചായയെ പറ്റുള്ളൂ, ചിലർക്ക് കട്ടൻ ചായ പറ്റില്ല. ഈ സിറ്റുവേഷനിൽ നമുക്ക് ചോദിക്കാം, അല്ലെ, നിങ്ങൾ കട്ടൻ ചായ കുടിക്കുമോ? ഡു യു ഡ്രിങ്ക് ബ്ലാക്ക് ടീ? ഓക്കെ, ഇനി എനിക്ക് കട്ടൻ ചായ ഇഷ്ടമാണ്. അതിന് റിപ്ലൈ കൊടുക്കാം, എനിക്ക് കട്ടൻ ചായ ഇഷ്ടമാണ്, ഐ ലൈക്ക് ബ്ലാക്ക് ടീ. എനിക്ക് കട്ടൻ ചായ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് ലൈക്ക് ബ്ലാക്ക് ടീ. ഐ ഡോണ്ട് ലൈക്ക് ബ്ലാക്ക് ടീ. അല്ലേ, ഇത് എളുപ്പമാണ്. നെക്സ്റ്റ്, ഇനി നമ്മൾ കട്ടൻ ചായ കുറെ പറഞ്ഞു. ഇനി അതുപോലെ ഒരു ടീ ആണ് ലെമൺ ടീ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ അതേ കുറിച്ചിട്ട് ഒന്ന് രണ്ട് സെന്റൻസ് നോക്കാം. നമുക്ക് ലെമൺ ടീ ഉണ്ടാക്കാം. എങ്ങനെ പറയാ? നമുക്ക് ലെമൺ ടീ ഉണ്ടാക്കാം. ലെറ്റ്സ് മേക്ക്, അല്ലെ, ഒരു കാര്യം നമുക്ക് ഉണ്ടാക്കാം എന്നാണ് ലെറ്റ്സ് മേക്ക് ലെമൺ ടീ. ലെറ്റ്സ് മേക്ക് ലെമൺ ടീ. നമുക്ക് ലെമൺ ടീ ഉണ്ടാക്കാം. നെക്സ്റ്റ്, നീ ലെമൺ ടീ കുടിക്കുമോ? ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് അവിടെയൊക്കെ പല ടീകളും ഉണ്ടാകും, അല്ലെ? അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, നീ ലെമൺ ടീ കുടിക്കുമോ? നമ്മൾ നേരത്തെ ചോദിച്ചത് പോലെ തന്നെ നീ കട്ടൻ കുടിക്കുമോ എന്ന് ചോദിച്ചതുപോലെ തന്നെ നീ ലെമൺ ടീ കുടിക്കുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡു യു ഡ്രിങ്ക് ലെമൺ ടീ? ഡു യു ഡ്രിങ്ക് ലെമൺ ടീ? നീ ലെമൺ ടീ കുടിക്കുമോ? നെക്സ്റ്റ്, ഞാൻ എപ്പോഴെങ്കിലും ലെമൺ ടീ കുടിക്കാറുണ്ട്. അല്ലെ, അങ്ങനെ ഒരു വല്ലാത്തൊരു പതിവില്ല, ഞാൻ എപ്പോഴെങ്കിലും ലെമൺ ടീ കുടിക്കുന്നൊരു പതിവാണ് ഉള്ളത്. എങ്ങനെ പറയാ? ഐ സംടൈംസ് ഡ്രിങ്ക് ലെമൺ ടീ. ഐ സംടൈംസ് ഡ്രിങ്ക് ലെമൺ ടീ. ഞാൻ എപ്പോഴെങ്കിലും ലെമൺ ടീ കുടിക്കാറുണ്ട്. ഇനി നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, അവർ കട്ടൻ ചായയിൽ മധുരം ഉപയോഗിക്കാറുണ്ടോ എന്നാണ്. അല്ലെ, ചിലർ മധുരം ഉപയോഗിക്കാത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, അവർ കട്ടൻ ചായയിൽ മധുരം ഉപയോഗിക്കാറുണ്ടോ? ഡു ദേ യൂസ് ഷുഗർ ഇൻ ബ്ലാക്ക് ടീ? ഡു ദേ യൂസ് ഷുഗർ ഇൻ ബ്ലാക്ക് ടീ? അവർ കട്ടൻ ചായയിൽ മധുരം ഉപയോഗിക്കാറുണ്ടോ? അപ്പോ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം, അവൻ കട്ടൻ ചായ കുടിക്കാറില്ല എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അവൻ കട്ടൻ ചായ കുടിക്കാറില്ല. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഒരു സെന്റൻസ് വേറെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കൂടി താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണ്, വീണ്ടും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് ചോദിക്കുക. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.